ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞിട്ട് പാതിരാത്രി ഇങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറച്ച് നോമ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പകർത്താൻ പോവുകയാണ് ഗൈസ്. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പറയാൻ പോകുന്നതാണ്, അല്ലാതെ കാണിക്കുമല്ല കേട്ടോ. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും വാപ്പ എന്നാൽ നീ വണ്ടി ഓടിക്കണ്ട. അപ്പം ഉമ്മി പറഞ്ഞൊന്ന് ഞാൻ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഉമ്മയാണ് ഗൈസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ വാപ്പ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് പരിപാടി. അപ്പം എന്തായാലും നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാലോ. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ നോമ്പ് തുറക്കാനായിട്ട് വീട്ടിൽ തുറക്കാതെ പറഞ്ഞാൽ, അപ്പോൾ വാപ്പ എന്നാൽ നമുക്ക് എറണാകുളത്ത് പോയി തുറക്കാതെ. പിന്നെന്താ ഞങ്ങളൊന്നും ഓർക്കാതെ റെഡിയായി അങ്ങ് പോയി. അപ്പോഴത്തേക്കിനും മഴ, ഒന്നും റോഡ് പോലും പറ്റാത്തൊരു രീതിയിലുള്ളൊരു മഴയായിരുന്നു. ഭയങ്കര ശക്തമായിട്ടുള്ള മഴയായിരുന്നു അവിടെ പെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്ക്. അങ്ങനെ കുറേ ദൂരങ്ങൾ കഴിഞ്ഞിട്ട് എറണാകുളം എത്തി. കറക്റ്റ് എറണാകുളമല്ല, സ്പേസ് എനിക്കങ്ങനെ പേരറിയാത്തത് കൊണ്ടാണ്. തൊടുപുഴയിലാണ് കേട്ടോ നമ്മൾ പോയത്. തൊടുപുഴ മെയിനായിട്ട് പോയത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മെയിനായിട്ട് 2-3 ദിവസം ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഞണ്ട് കഴിക്കണമെന്ന്. ഇവിടെയൊക്കെ ഞണ്ട് ഉണ്ട്, പക്ഷേ കുഞ്ഞു ഞണ്ടായതുകൊണ്ട് അത് വാപ്പിക്ക് ഇഷ്ടമല്ല. അപ്പോൾ വാപ്പി പറഞ്ഞാൽ അത് വേണ്ട, നമുക്ക് കടയിൽ പോയി വല്ലതും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നൊന്ന് ഞണ്ട് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഗൈസ്. അങ്ങനെ ഒടുവിൽ സ്ഥലമൊക്കെ എത്തിയിട്ട് ഞങ്ങൾ ഞണ്ടും കുറേ സാധനങ്ങളും എല്ലാം കഴിച്ചു. മൊത്തം നോൺ വെജാണ് ഗൈസ് ഞങ്ങൾ കഴിച്ചത്. നോമ്പ് തുറക്കാൻ നേരത്ത്, നോമ്പ് തുറക്കുന്നതിന് മുന്നേ നമ്മൾ അതിലല്ലോ കഴിക്കേണ്ടത്. അതിന് മുന്നേ ഞങ്ങൾ കറി വെച്ചിട്ട് ഞാൻ 2 കാരക്ക എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൊടുത്ത ശേഷം കാരക്കയും പിന്നെ വെള്ളം കുടിച്ചിട്ട് പിന്നെ വാപ്പി കുറച്ച് പൊരിക്കടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പൊരിക്കടികളും കൂടി ഞങ്ങൾ തിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഞണ്ടെല്ലാം കഴിക്കാൻ പോയത് കേട്ടോ. ഇപ്പോഴും മുമ്പിൽ തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസത്തിലാണ്, നല്ല അടിപൊളി കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ കാറിൽ നിന്നുകൊണ്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞണ്ടെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും വാപ്പയ്ക്ക് പെരുന്നാൾക്കൊടിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. കുറച്ച് മുമ്പേ എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. വാപ്പയ്ക്ക് ഉള്ളതെടുത്തു, ഞങ്ങൾക്കുള്ളതിന് അടുത്ത ദിവസം എങ്ങനെയാണെന്നൊന്നും അറിയാൻ മേല കേട്ടോ. നല്ല മഴ ആയതുകൊണ്ട് അതേ റോഡെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണാമായിരിക്കും നല്ല അടിപൊളിയായിട്ട് വെള്ളം മൊത്തം ഇരിക്കുമായിരിക്കും. സ്ലിപ്പാവുന്ന പോലത്തെ ഒരു വെള്ളം അങ്ങനെ റോഡിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അഡം മഴയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ റോഡിൽ പറ്റാനുള്ള കാര്യം. നിങ്ങൾക്കിപ്പം മനസ്സിലേക്ക് കാണുമായിരിക്കും ഞാൻ പറഞ്ഞത്. മഴയെല്ലാം പെയ്തിട്ട് നല്ല തണുപ്പ്, വെളിയിലെല്ലാം നല്ല കോടയായിട്ടിരിക്കുകയാണ്. കോട മീൻസ് മഞ്ഞ്, അത് അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കാറിൻ്റെ ഉള്ളിലും കൂടെ AC. എൻ്റെ പൊന്നോ എന്ത് തണുപ്പായിരുന്നു എന്ന്. പിന്നെ ഞങ്ങൾ നോക്കിയത് പെട്ടെന്ന് തന്നെ വീടെത്താനായിരുന്നു. പിന്നെ വീടെത്തുകയല്ല ചെയ്തത്, കുറച്ച് സ്ഥലങ്ങളിലും കൂടെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. ബൈ.